കടുത്ത ചൂടിന് ആശ്വാസമേകി സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാവുകയാണ്. അടുത്ത 5 ദിവസത്തേക്ക് കൂടി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകും. ഇവരുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, കടുത്ത ഉഷ്ണം, ആ ഉഷ്ണതരംഗങ്ങൾ മാറി ഇപ്പോൾ വേനൽ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ മാസം അവസാനത്തോടുകൂടി കാലവർഷം എത്തുമെന്നുള്ള ഒരു നിർദ്ദേശ മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്, അല്ലേ? കെ പി, തീർച്ചയായും വേനൽ മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. പരക്കെ മഴ, എല്ലാ ജില്ലകളിലും പരക്കെ മഴ ലഭിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ടതും ഇടിമിന്നലോട് കൂടിയതുമായ മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിലും പരക്കെ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനമുണ്ടായിരിക്കുന്നത്. കടുത്ത ചൂടിനൊരു ആശ്വാസമാകും ഈ വേനൽ മഴ എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം കഴിഞ്ഞ മാസങ്ങൾ കടന്നുപോയത് സംസ്ഥാനം വലിയ ചൂടിലൂടെയാണ് കടന്നുപോയത്. പല ജില്ലകളിലും ഉഷ്ണതരംഗത്തിൻ്റെ സാധ്യതകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു. മാത്രമല്ല 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തുകയും 39, 38 എന്ന നിലയിലേക്ക് ഒട്ടുമിക്ക ജില്ലകളിലും ചൂട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല പാലക്കാടേക്കും അതുപോലെ തന്നെ മറ്റ് കൊല്ലമടക്കമുള്ള കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിലെല്ലാം ഈ ഉഷ്ണതരംഗത്തിൻ്റെ ഒരു മുന്നറിയിപ്പൊക്കെ നൽകുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ വലിയ ചൂടാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു ആശ്വാസം എന്ന വണ്ണമാണ് ഇപ്പോൾ വേനൽ മഴ ശക്തി പ്രാപിക്കുന്നത്. പരക്കെ മഴ എല്ലാ ജില്ലകളിലും പരക്കെ മഴ ലഭിക്കുന്നുമുണ്ട്. മാത്രമല്ല ഇടിമിന്നലും ഒപ്പം തന്നെ മഴയോടൊപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മണിക്കൂറിൽ 40 കിലോമീറ്റർ മുകളിലേക്കായി കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു. അങ്ങനെ തീരദേശ മേഖലകളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനടക്കം ഒരു നിരോധനം ഏർപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ചൂടിൻ്റെ കാഠിന്യം കുറയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പരക്കെ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും മഴ ലഭിക്കുന്നുണ്ട്. ഇന്ന് 3 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ കടുത്ത ചൂടിന് ആശ്വാസമേകി മഴ എത്തിത്തുടങ്ങിയെങ്കിലും അതേസമയം തന്നെ ചില ആശങ്കകൾ വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ മഴക്കാലം വരുമ്പോൾ ചില രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. കടുത്ത ചൂടിൽ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിൽ എല്ലാ വർഷവും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും ഇടപെടൽ ഉണ്ടാകേണ്ടതുമാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത്. പക്ഷേ ഈ വർഷം അതൊന്നും കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ വലിയ പ്രതിസന്ധിയുടെ പേരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കടക്കം ഫണ്ട് നൽകാതെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കടക്കം പണം വിനിയോഗിക്കാതെ കൈയൊടിയുന്ന ഒരു അവസ്ഥയാണോ സർക്കാരും ആരോഗ്യവകുപ്പടക്കം സ്വീകരിക്കുന്നത്?